നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സുഖസാറാണ്. നമ്മുടെ ഈ വർഷത്തെ കേരള എൻട്രൻസ് സ്കീം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നാണ് അറിയുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന സമയം, അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് എത്തിക്കുന്നത്. മാക്സിമം നിങ്ങൾ ഇത് എഴുതുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഈ വർഷം ഏറ്റവും കൂടുതലാണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, ഞാൻ ഏകദേശം ഡേറ്റാസുകളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഈ വർഷം ടോട്ടൽ നമ്മുടെ എൻട്രൻസ് എഴുതുന്നവർ 1,13,447 ആൾക്കാരാണ്. ഈ എക്സാം നടക്കുന്നത് ജൂൺ 5 തൊട്ട് 9 വരെയുള്ള ഡേറ്റിലാണ്. ഡെയിലി ഏകദേശം 18,993 കുട്ടികൾ എഴുതുന്നുണ്ട്. നെക്സ്റ്റ് സെൻറ്റേഴ്സുകൾ ഏകദേശം കേരളത്തിൽ തന്നെ 198 ഉണ്ട്. പിന്നെ ഡൽഹിയിലും ഗൾഫിലും ഒക്കെ 1-2 സെൻറ്റേഴ്സുകളൊക്കെ ചേർത്ത് 198+. ബാക്കി കുറച്ചേ ഉള്ളൂ കേട്ടോ. അത്രയും സെൻറ്റേഴ്സുകളാണ് എക്സാം നടക്കുന്നത്. ഇത് നമ്മുടെ എഞ്ചിനീയറിങ്ങിന് രാവിലെ നമുക്ക് 10 മണിക്കാണ് എക്സാം നടക്കുന്നതെങ്കിലും 7:45 ആകുമ്പോൾ നിങ്ങളവിടെ റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ച് ബയോമെട്രിക്, നിങ്ങളുടെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. 9:30 ശേഷം നിങ്ങൾ അത് കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പ്രവേശനം നടക്കില്ല, മീൻസ് എക്സാം എഴുതാൻ സമ്മതിക്കില്ല. പിന്നെ 9:45 തൊട്ട് നിങ്ങൾക്ക് ചെറിയൊരു മോക്ക് ടെസ്റ്റ് പോലെ ഒരു 15 മിനിറ്റ് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ കൗണ്ട് ഡൗൺ നടത്തി 0-ൽ ആ സമയം 0-ൽ നിങ്ങളുടെ റിയൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ ഫാർമസിക്ക് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് 3:30 തൊട്ട് 5 മണി വരെയാണ്. അത് 6-ാം തീയതി നടക്കുന്നത്. നിങ്ങളപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈം 1 മണിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി ബാക്കിയുള്ള ഡ്രസ് കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുൻപായിട്ട് അത് നിങ്ങളുടെ മുന്നിലെത്തിക്കും. പിന്നെ നിങ്ങളുടെ ഒരു ID, മീൻസ് അത് ആധാർ കാർഡോ പാൻ കാർഡോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്കൂൾ ID മതിയായിരിക്കും കേട്ടോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ഉറപ്പായിട്ട് എത്തിക്കണം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും അത് മതിയാവും. എന്തായാലും ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. മാക്സിമം നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൂടെ, കാരണം ഇനിയുള്ള ദിവസങ്ങളാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് തന്നെ നല്ല മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ള സമയമുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.